എവിടെ നോക്കിയിട്ട് നടക്കണേ? കണ്ണില്ലേ? മാനത്ത് നോക്കി നടന്നിട്ട് ബാക്കിയുള്ളവരെ തലയിൽ അയ്യോ സോറി, ഞാൻ കണ്ടില്ലായിരുന്നു, സോറി. അയ്യോ അവളുടെ ഒരു സോറി നെഞ്ചത്തോടെ ഇട്ടാണ് സോറി. രാവിലെ കുട്ടിയും പഠിച്ച് ഇറങ്ങിക്കൊണ്ട് ഓരോന്ന് മനസ്സിലും മനക്കെടുത്താൽ പിന്നെ ഹലോ 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 എടാ ഹലോ എടാ കൊച്ചുകാർക്ക, താൻ എന്തൊക്കെയാ പറഞ്ഞത്? അറിയാതെ എൻ്റെ ദേഹത്തോടൊന്ന് വീണെന്ന് വെച്ചിട്ട് ഒന്ന് തലേ കയറി നിരങ്ങുക. നീ ആരാടാ കൊച്ചുകാർക്ക? കടുവയ്ക്ക് പരിണാമം സംഭവിച്ചു മുതൽ മരിക്കാൻ വന്നേണ്ടതാ. മരിയൊക്കെ എന്തെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾ അവൻ്റെ കടുവ. ഡീ നിന്നെ ഞാൻ ഓടെ കൊച്ചുകാർക്ക കളിക്കാൻ വന്നേക്കുന്നു. അയ്യോ ഇതെന്ത് ഇതിൻ്റെ കുഞ്ഞാണോ എന്തോ അനുവിൻ്റെ സെയിം സാധനം. അയ്യോ ഇതിനൊക്കെ ഇന്നത്തെ ആൾക്കാരുണ്ടോ കോളേജിൽ? ഇതെന്താ ചിമ്പാൻസി കൊണ്ടായോ? പോകുന്നു എൻ്റെ കൈ വിട്ടോടി. കള്ളക്കടുവ ഇപ്പോൾ ആരോടെ ക്ലാസ് ഓടിക്കാം? കുട്ടികളേക്കാം. ഹലോ എക്സ്ക്യൂസ് മീ. എന്താ ഫസ്റ്റ് ഇയർ ബി എ ഇംഗ്ലീഷ് ക്ലാസ് എവിടെയെന്ന് പറയൂ? ബെസ്റ്റ്. ഞാനും ആ ക്ലാസ് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. അതിന് നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. വായോ. നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു വലിയ സംഭവം. എന്താ പറയാ, നീ മുത്താണ് വാടി ഫ്രണ്ട്സ്. അവരുടെ കൈ കിട്ടും. നീ എൻ്റെ പേര് പോലും പറഞ്ഞതല്ലോ. എൻ്റെ പേര് ആർക്കുണ്ട് പറഞ്ഞതല്ലോ നീ. എൻ്റെ പേര് ആനന്ദ. എല്ലാവരും ഞാനും വിളിക്കും. നീ എന്നോട് വിളിച്ചു എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മ ചേട്ടൻ. പക്ഷേ എൻ്റെ വീട്ടിൽ സെയിം തന്നെ. എല്ലാവരും എന്നെ കുക്കിന്ന് വിളിക്കും. എൻ്റെ പേര് അധികം എന്താണ്. നീ എന്നെ കുക്കിന്ന് വിളിച്ചു. അതൊരുമാതിരത്തൊരു പേര്. അത് ഭയങ്കര വലിയ പേര്. നീ കഴിച്ചെങ്കിൽ നമ്മൾ പോവാം. നീ ഇപ്പോൾ ക്ലാസ് തപ്പി കണ്ടുപിടിക്കുന്നതാണ് ഒരു വലിയ മേഖല. നാളെ കയറാം. ആ ദിവസം വലതുകാലി വെച്ച് തന്നെ ഇരിക്കട്ടെ. നമ്മുടെ വീട്ടിലുള്ള വെച്ചതാ. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുണ്ട്. എൻ്റെ ചേട്ടൻ പ്രൊഫസറാണ്. എൻ്റെ ചേട്ടൻ എന്ത് ചെയ്യുന്നു പറഞ്ഞില്ലല്ലോ. അയ്യോ കടുവ ഇവിടെ കൂടെ. Hey, what's going on? ഇവിടെ എന്താ നടക്കുന്നേ? ആരെ സൗണ്ട് ഉണ്ടാക്കി? ഇഷ്ടണ്ടോ? ഡോ ഇത് ക്ലാസ്സാണ്, അല്ലാതെ മാർക്കറ്റൊന്നുമില്ല. ക്ലാസ്സിലിരിക്കുന്ന മിനിമം മാനേഴ്സ് ഇല്ല നിനക്ക്. പിന്നെ എൻ്റെ ക്ലാസ്സിൽ എല്ലാവരോടും പറയാം ഡിസിപ്ലിൻ മസ്റ്റ് ആയിരിക്കും. ഞാൻ പഠിപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്തോ എന്തെങ്കിലും സമയത്ത് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് എനിക്ക് തോന്നിയാൽ തൂക്കിയെടുത്ത് ഞാൻ വിളിക്കുക എല്ലാത്തിനെയും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ് എടുത്താൽ എനിക്കുള്ളത് കേട്ടല്ലോ. ഞാൻ നാളെ വരുമ്പോൾ എന്നെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. മനസ്സിലായോ? ഇതെൻ്റെ ലാസ്റ്റ് വാണിംഗ്. സിറ്റ്. പിന്നെ ഇത് ഇയാൾക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഉള്ളതാണ്. ഓക്കെ, എല്ലാവരും ഇത് പാലിച്ചോണം. അപ്പോൾ ഞാൻ നിന്നെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അർണവ് ശ്രീദേവ് മേനോൻ എന്നാണ്. ഞാൻ നിങ്ങളുടെ പുതിയ ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ് ചാർജ് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഒരു വേലത്തരവും ഇങ്ങോട്ട് ഇറക്കാമെന്ന് ആരും കരുതണ്ട. കോളേജ് ആയെന്നും കരുതി ഒന്നും ഇങ്ങോട്ട് വേണ്ട. എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ് വേണ്ടത്.
അതിനെതിരെയും അല്ലാത്ത കാര്യത്തിനെതിരെയും ആരെങ്കിലും ഏതെങ്കിലും ഡിസിപ്ലിൻ ഇഷ്യൂ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അപ്പോൾ തന്നെ ഗെറ്റ് ഔട്ട് അടിക്കുന്നതായിരിക്കും. പിറ്റേ ദിവസം പാരൻറ്റുമായിട്ട് വന്നാൽ മതി, അതിന് ഏത് കൊമ്പത്തുള്ളവരായാലും. ഓക്കെ, അതുപോലെ തന്നെ ചെയ്യേണ്ട തരുന്ന കാര്യങ്ങളും അടിക്കാൻ തരുന്ന കാര്യം അതേപോലെ കംപ്ലീറ്റ് ആക്കിയിട്ട് തന്നെ വരിക. ഓക്കെ, ഞാൻ കുറച്ച് സ്ട്രിക്റ്റാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഓരോരുത്തരോടും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയോ? വീട്ടിൽ വരുമ്പോഴോ നിനക്കറിയോ ഇയാളെ? അയ്യോ അനു, എല്ലാം പോച്ചടി, എല്ലാം പോച്ച. ഞാൻ പറഞ്ഞ കടുവ ഇതാടി. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് മിനിറ്റില്ല ഫസ്റ്റ് ആള്. ഓക്കെ, സീറ്റ്. നെക്സ്റ്റ് ആൾ എനിക്കുള്ളൂ. സാർ, എൻ്റെ പേര് അദ്വിക വിശ്വനാഥൻ എന്നാണ്. ഓക്കെ, സിറ്റ് ഡൗൺ അദ്വിക. നീ എങ്ങനെയാ പോണേ? അനു വാ. അജു, അയ്യോ എൻ്റെ അയ്യാ, എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. അയ്യാ, നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ. നിനക്ക് സുഖം തന്നെ? നീ ഇവിടെയാണോ വർക്ക് ചെയ്യണേ? നിനക്ക് എന്ത് വയ്യേടാ? ഡെയിലി വിളിക്കണ എങ്ങനെയാണോ നീ സുഖമാണോ ചോദിക്കണത്? അല്ല, നീ എന്താ ഇവിടെ? അതെന്താടാ എനിക്ക് ചോദിച്ചൂടെ? നീ പ്രൊഫസർ മോഡ് എടുക്കണേടാ. കുറച്ച് വെള്ളത്തിൽ തുടത്തിട്ടൊക്കെ ഉണ്ട്, എന്തെങ്കിലും നിനക്ക് കണ്ട? ഞാനിവിടെ തന്നെ അനിയത്തി കുക്കിനെ വിളിക്കാൻ വന്നാടാ. ഇവിടെ കുക്കി ഡി, ഇതാണ് എൻ്റെ ഫ്രണ്ട്, ഞാൻ പറയാറുള്ള 11. അപ്പൊ അജു, ഇതാണോ നീ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ദേവൂട്ടൻ? നിങ്ങളുടെ ഹോസ്റ്റലിൽ പഠിച്ചപ്പോൾ എപ്പോഴും കിടക്കെ കിടന്ന് മുള്ളെന്ന് പറഞ്ഞ ദേവൂട്ടൻ സാറായിരുന്നു? ഇവിടെ ആളെ എപ്പോൾ ഞാൻ ചുമ്മാ അവളടുത്ത് പറഞ്ഞു, അവള് ചുമ്മാ പറയാണെന്താ കുക്കിന് ചുമ്മാ ഒന്നും പറയായിരുന്നു. എന്നാ ശരിയാളിയെ പിന്നെ കാണും. അനു പോണേ. കുക്കി വാടി പോവാം. ശരി, എന്നാ പോയിട്ട് വരാം. വേഗം വാടി നടന്നേ. പിന്നെ അല്ലാണ്ട് വാ. എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചൊക്കെ ഇരിക്കണം, അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാ? എന്തോ പറ്റിയിട്ടുണ്ടല്ലോ കാര്യമായിട്ട്. എന്താ അത്? നീ എന്താ പറയുന്നത് അർണവ് സാറാണ് നിന്റെ ഫ്രണ്ടെന്ന്? അതിന് നീങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ പറയാൻ. അതും ശരിയായിരുന്നു, ചോദിക്കെങ്കിലും ചെയ്യായിരുന്നു. അറ്റ്ലീസ്റ്റ് ഫോട്ടോ എങ്കിലും കാണുമായിരുന്നു. ഇത്രയും പ്രശ്നം ഉണ്ടാവൂല, നാണം കെട്ട്. എന്തോ പറ്റി? അത് പിന്നെ അയ്യോ, എന്തായാലും ഇറങ്ങും, വീടത്ത് പേടിക്കണ്ട, അവനൊന്നും പറയുന്നില്ല. പേടിയാ? ആർക്ക്? പിന്നെ അയാളെൻ്റെ ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞ
കടുവയ്ക്ക് ഭരണം സംഭവിച്ചു. നീ പറഞ്ഞോ ഞാൻ പോകുന്നു. ഇവിടെ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോ ഒരു മിസ്സിസ് മായ വിശ്വനാഥിന്റെ മോളാണെന്ന്. ഓഫ്. മമ്മി ജി ഞാൻ വന്നു. ഇവിടെ എവിടെ എന്നെ മുട്ട പപ്സ് എടുക്ക് കഴിക്കാൻ വേണ്ടി ഓടി വന്ന വേഗം ഇടമ്മ അങ്ങോട്ട്. എടി കുക്കി അമ്മ മുട്ട പപ്സ് ഉണ്ടാക്കിയില്ല, എന്നെ പറ്റിച്ചടി. അവർ ഇത്ര നേരം ഇവിടെ രണ്ടും ഉണ്ടാക്കിയില്ല. ആണോ അമ്മ ഉണ്ടാക്കിയില്ലേ? വേണ്ട എനിക്കൊന്നും വേണ്ട, ഞാൻ പോവാ റൂമിലോട്ട്. എന്ത് സ്വഭാവമാണമ്മ, രാവിലെ മുഴുവൻ ടി വിയിൽ സീരിയൽ നമുക്ക് എന്നിട്ട് സമയം കിട്ടിയിരുന്നു. മറന്നു പോയി മുളച്ചി. ഈ വീട്ടിലുള്ള എല്ലാത്തിനും കൂട്ടൊക്കെയാണ്, എല്ലാത്തിനും ഒത്തുകൊണ്ടാണ്. എവിടെയും കിടക്കുന്നത് അതൊന്ന് പോയി, എനിക്ക് വഴക്കിടാൻ മൂടില്ല. നാളെ ഐഡിയ നിന്നെ കെട്ടിച്ചു വിടാറായി. മുട്ടാപ്പസ് കിട്ടില്ലെന്ന് പറഞ്ഞ് പിഴയും കിടക്കുന്നത് കഷ്ടമുണ്ടടി. അത് നിനക്കിപ്പോൾ എന്താ? നീ ഒരു ചേട്ടനില്ല, നിനക്ക് വാങ്ങി തന്നൂടെ? ഡയലോഗ് അടിക്കാൻ വന്നേക്കും. ശരി, ഞാൻ വാങ്ങിത്തരാം നാളെ. ശരി വാങ്ങിച്ചാലോ? ആ വാങ്ങിത്തരാം. ചാവാത്ത ഇപ്പൊ മൂടൊക്കെ അല്ലേ? അല്ല ജി, ഇപ്പോഴും മൂടൊക്കെ അല്ല. മൂടൊക്കെ ഒക്കെ വേണ്ടി ഒരു വഴിയുണ്ട്. എന്ത് വഴിയാണ് എൻ്റെ ഉള്ളത്? പറ. സാക്ഷാൽ അർജുൻ മഹാദേവിന്റെ മാത്രമുള്ള ഡാൻസ്. സ്റ്റാർട്ട് ദ മ്യൂസിക്. ഇവിടെ എന്താ പരിപാടി? ആരേക്ക് ഫോക്കസ് ഗൈസ്, ഇനി 3 വർഷം. അത് അവിടെ വെച്ച്